ഹലോ, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഗുഡ് മോർണിംഗ്. തിരുവോണ ദിവസം അന്ന് രാവിലെ കുളിച്ച് എല്ലാം റെഡിയാക്കിയിട്ട് ശരി നമ്മൾ തീർച്ചയായിട്ടും ഒരു വീഡിയോ എടുക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞ് മുടി കെട്ടി വെച്ചേക്കുന്നുള്ളൂ. മുടിയെല്ലാം ഒഴിയുന്നടെ. അപ്പോൾ രാവിലെ പരിപാടി എന്തോന്ന് വെച്ചാൽ കുളിച്ചിട്ട് വന്ന് അടുപ്പെല്ലാം നിലയെ തുടച്ച് കുത്തി ക്ലീൻ ആക്കിയിട്ടേക്കാം. ഇഡ്ഡലിക്ക് മാവ് ചേർത്ത് വെച്ചിട്ടുണ്ട്, ഉപ്പൊക്കെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പാല് ചായക്ക് അടപ്പേ ഇരിക്കുന്നു. പിന്നെ നമ്മൾ അത്തടാനുള്ള പൂവൊക്കെ റെഡിയാക്കി വച്ചിട്ടാണ് എല്ലാം റെഡിയാക്കി വച്ചിട്ടാണ് കുളിക്കാൻ പോയത്. അപ്പുറത്തുനിന്നും ഇപ്പുറത്തും കാടുന്നും മേട്ടുന്നും ഒക്കെ പറമ്പുന്നും ഒക്കെ വല്ലവൻ്റെ പറമ്പുന്നും ഒക്കെ കുറച്ചൊക്കെ പറിച്ചുകൊണ്ട് വന്ന് റെഡിയാക്കി വച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ എല്ലാവർക്കും ശ്രീസ് വ്ലോഗ്സ് സ്ത്രീകളുടെയും വക എല്ലാം നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനും ഓണാശംസകൾ. അപ്പോൾ പൂവിൻ്റെ സെക്ഷൻ എന്തോന്ന് നമുക്കൊന്ന് പോയി നോക്കാം കേട്ടോ. ഇത് മഞ്ഞപ്പൂവാണ്, മഞ്ഞ കോളാമ്പി. പിന്നെ ഒരു ചെമ്പന്തിപ്പൂ ഉണ്ടായിരുന്നു, ഒരു ചില റോസും അതും ഇതും. പിന്നെ ഇച്ചിരി ഇലയൊക്കെ അരിഞ്ഞ് പെറുക്കി വെച്ചിട്ടുണ്ട്, റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചായ കുടിച്ചിട്ട് നമ്മൾ കുറേശ്ശെ അത്തോടെ സ്റ്റാർട്ട് ചെയ്ത് പിള്ളേരെ വിളിച്ചിട്ട് ഇതുങ്ങൾ അന്നങ്ങണമല്ലേ ഒരുത്തരും എണ്ണീറ്റിട്ടില്ല. പിന്നെ ഈ വീഡിയോ ധൃതി പിടിച്ചിടുന്നതിൻ്റെ ഉദ്ദേശം ഞാൻ ഒരാഴ്ച കൊണ്ട് ശ്രമിച്ചിട്ട് നടന്നില്ല. പിന്നെ മനസാക്ഷി അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നാളെ നേരം വിളക്കുമ്പം ഒരാഴ്ചയാവുന്ന ഓണം, തിരുവോണം കഴിഞ്ഞിട്ട്. അതുകൊണ്ട് നമുക്ക് മനസാക്ഷി കുത്തില്ലാതിരിക്കാൻ വേണ്ടി ഇന്നങ്ങ് ഇടുക. അങ്ങ് രണ്ടും കൽപ്പിച്ച് രാത്രി ഇരുന്ന് വോയിസ് കൊടുത്തുകൊണ്ട് അങ്ങ് അപ്ലോഡ് ചെയ്യുവാണ്. ഇതാണ് നമ്മുടെ അത്ത. എങ്ങനെ ഉണ്ടായിരുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ തന്നെത്താനെ സ്വപ്രയത്നത്താൽ വെച്ച അത്താണ്. അപ്പോൾ നമ്മളെല്ലാവരും നല്ല സൂപ്പറായിട്ട് ഓണം ആഘോഷിച്ചിന്. നമ്മളല്ല, നിങ്ങളെല്ലാവരും സൂപ്പറായിട്ട് ഓണം ആഘോഷിച്ചെന്ന് വിശ്വസിക്കുന്നു. രാവിലെ ഇഡ്ഡലി സാമ്പാറും ആയിരുന്നു. ഇഡ്ഡലി സാമ്പാറും ചമ്മന്തി ഉണ്ടായിരുന്നു, തേങ്ങാ ചമ്മന്തി. അങ്ങനെ ഇടയ്ക്ക് ഉച്ചയ്ക്ക് പായസം വെച്ച് പപ്പടവും പൊരിച്ച്. അപ്പം എന്താണ് ചോറും കറിയൊന്നും കാണിക്കാത്തതെന്ന് നിങ്ങൾ വിചാരിക്കും. സാരമില്ല, വിചാരിക്കേണ്ട കാര്യങ്ങൾ പിന്നാടി പുറകെ വരുന്നുണ്ട്. സാമ്പാർ, രാവിലത്തെ സാമ്പാർ കെട്ടിയായിരിക്കുന്നത്. അപ്പോൾ കൊച്ചാണ് വന്ന് വീഡിയോ എടുക്കാൻ നമുക്ക് സഹായിക്കുന്നത്. നിവി അപ്പം നമുക്ക് ഹെൽപ്പ് ചെയ്യും. വലിയ ദേഹണ്ണക്കാരൻ പാചക റാണി നിൽക്കുന്ന കണക്കെ തലക്കെട്ടൊക്കെ കെട്ടിക്കൊണ്ട് പാചകം ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും വർഷത്തെ എൻ്റെ ഓണം, എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഓണത്തിൻ്റെ അന്ന്. ഇത് നമ്മുടെ അനിയത്തി കൊച്ചിൻ്റെ വീട്ടിൽ ഓണാഘോഷമല്ല, അതമ്മോടെ വീട്ടിലെ ഓണാഘോഷമാണ് കേട്ടോ. ഇത് മക്കളെല്ലാം വരുന്ന ഓണം ഉണ്ടെന്നത്. അവളുടെ ചേട്ടൻ ഇല്ല, ചേട്ടൻ ഗൾഫിലാണ്. അപ്പോൾ അതയച്ചു തന്നപ്പോൾ ശരി ഒരു ഓണസദ്യ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്നും പറഞ്ഞ് ഇത് എടുത്ത് ആഡ് ചെയ്തതാണ്. ഇതാണ് ലത. അപ്പോൾ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനൊരു ഓണം ആഘോഷിക്കുന്നത്. കാര്യം ഓണസദ്യ ഉണ്ടാക്കാതെ ബിരിയാണി ഞങ്ങൾ ഓർഡർ ചെയ്ത്, ചിക്കൻ ബിരിയാണി, ചിക്കൻ റൈസും ചിക്കൻ 65 എല്ലാം ഓർഡർ ചെയ്ത് വാങ്ങിച്ച് ഇപ്രാവശ്യത്തെ ഓണം അങ്ങനെ പോയി. അപ്പോൾ ആകെ കൂടെ ഒരു വിഷമമായിരുന്നു. പിന്നെ വൈകുന്നേരം ഒരു ശകലം സാധനങ്ങളൊക്കെ മേടിക്കാറുണ്ട്. ഒരു ഉത്രാടത്തിൻ്റെ അന്ന് വൈകിട്ട് പോകുമെന്നും പറഞ്ഞിരുന്നത്. പിന്നെ അതൊക്കെ വാങ്ങിച്ചിട്ട് വന്ന് രാത്രി വന്നപ്പോൾ ഞങ്ങൾക്ക് പായസത്തിനകത്ത് പഴവും പപ്പടവും കൂടി ഇളകി തിന്നാനൊരു പെട്ടെന്നൊരാശ. അങ്ങനെ ഞാനൊരു കൈ പരീക്ഷിച്ചപ്പോൾ നിവിയും വന്നിരുന്നു. ഞങ്ങൾ രണ്ടുപേരുടെ അത് കഴിച്ച്. എല്ലാ വർഷവും ഓണത്തിന് എത്രയോ വർഷം കൂടിയാണ് കഴിഞ്ഞ വർഷം എല്ലാവരും നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. സൂപ്പറായിരുന്നു ഓണം. പിന്നെ നമ്മൾ ആശുപത്രി സമയത്ത് ഒരു പ്രാവശ്യം ഓണത്തിന് ഞാൻ അവിടെ ആയിരുന്നു. അപ്പോൾ ഓണം ആഘോഷിച്ച്. പിന്നെ രോഹിത് സ്കൂളിൽ തുടങ്ങി കഴിഞ്ഞിട്ട് ഞാൻ ഒരു വർഷം പോലും കേരളത്തിൽ പോയിട്ടേ ഇല്ല ഓണത്തിന്. അപ്പോൾ അവിടെ ഓണം സമയത്ത് ഇവരുടെ പരീക്ഷ നടക്കുന്ന സമയമായിരിക്കും. അതുകൊണ്ട് നമ്മളതിനെ അങ്ങ് അവോയ്ഡ് ചെയ്യും. എന്നാലും വീട്ടിലൊരു ചോറ്, സാമ്പാറോ ഒരു പരിപ്പ് വെച്ച് ഓണം ആഘോഷിക്കും. ഇപ്രാവശ്യമാണ് ഞങ്ങൾ ബിരിയാണിയിൽ ഇറങ്ങിയത്. ഭയങ്കര വിഷമമായിരുന്നു, ഒക്കത്തില്ലെന്നും പറഞ്ഞ്. അപ്പം ചേട്ടായിയാണ് പറഞ്ഞത്, എന്നാൽ നമുക്ക് നീ ഒന്നും ചെയ്യേണ്ട, ബിരിയാണി മേടിക്കാമെന്നും പറഞ്ഞ് ഇപ്രാവശ്യം നോൺ വെജ് സദ്യയായിരുന്നു. സാരമില്ല, എല്ലാവരും ആവട്ടത്തിൻ്റെ നോൺ വെജല്ലേ ഉപയോഗിക്കുന്നത്. അങ്ങനെ നമ്മുടെ പായസം കുടിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് പർച്ചേസിങ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലായിരുന്നോ. വലുതായിട്ടൊന്നും അല്ല, ഉത്രാടത്തിൻ്റെ അന്നേ പോയി വാങ്ങണമെന്ന് വിചാരിച്ചു, പക്ഷേ നടന്നില്ല. പിന്നെ ശരി തിരുവോണത്തിൻ്റെ അന്ന് ഉച്ചയ്ക്ക് വെളിയിൽ പോയി കഴിക്കാമെന്നൊരു ദേശമായിരുന്നു, അത് നടന്നില്ല. അതുകൊണ്ട് വേറെ വാങ്ങിച്ച്. നമ്മുടെ വീട്ടിൽ എപ്പോഴും ടി വി ഓടിക്കൊണ്ടിരിക്കും. ടി വിയിൽ ഏതെങ്കിലും ഒരു പടം, അല്ലെങ്കിൽ ഫുൾ ടൈം ബിഗ് ബോസ് എന്തെങ്കിലും നടക്കും. നിവിക്ക് പഴമൊക്കെ ഇട്ട് ഇളക്കിയത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞങ്ങൾ ഒരു ട്രിപ്പ് നിന്നിട്ട് പിന്നെ 2 ട്രിപ്പും എടുത്ത് കഴിച്ച്. പിന്നെ പപ്പടവും പഴവും കൊണ്ട് ആ സമ്മ കോമ്പിനേഷൻ. നമ്മൾ നാട്ടിൽ കല്യാണത്തിനൊക്കെ അങ്ങനെയല്ലേ അടിച്ച് പുളിച്ച് കഴിക്കുന്നത്. ശരി, കൊണ്ടുവന്ന സാധനത്തിനെല്ലാം എടുത്ത് പറക്കി വെച്ച് കഴിഞ്ഞ് പിന്നെ ഒരു ചൂല് മേടിക്കണമെന്ന്. ചൂലും
വീട് തുടയ്ക്കരുത്. എനിക്ക് വീട് തുടയ്ക്കരുത് ഇപ്പോൾ ഒരു ഇപ്പോഴല്ലാതെ വേറെ ഉണ്ടല്ലോ ഒരു ടിന്നിനകത്ത് വെള്ളം ഒഴിച്ച് അതിനകത്ത് ഇട്ടൊരു മുക്കി ഒരു കറക്കിനൊക്കെ അത് വാങ്ങിക്കണം. ഇനി ഇതേ കളറ് തന്നെ ഞാൻ പഴയത് വെച്ചേക്കുന്നത്, വേറെ ഈ കളറേ ഇല്ല. അത് ശകലം പൊട്ടിപ്പോയി, അതിന് ഗിടുക്ക് ഗിടുക്കുന്ന സൗണ്ടും ആട്ടവും ഇച്ചിരി കൂടുതൽ. അതുകൊണ്ടാണ് ശരി എന്തോലും വേറെണ്ണം മേടിക്കാമെന്നും പറഞ്ഞ് മേടിച്ചത്. എല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്ന് ബാക്കിയെല്ലാം എടുത്ത് വെച്ച് പിന്നെ അവൾക്ക് ശനിയാഴ്ചയുടെ അന്ന് സ്കൂളിലേക്ക് പിന്നെ വെള്ളിയാഴ്ചയുടെ അന്ന് ടീച്ചേഴ്സ് ഡേ അല്ലായിരുന്നു. അപ്പോൾ ശനിയാഴ്ചയുടെ അന്ന് പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഡാൻസ് ഒക്കെ ചേർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ തിങ്സ് വാങ്ങിക്കാനും ബലൂണും എന്താണ്ട് കണ്ടത് കടി ഇതൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഒരു സൈഡ് പഞ്ഞി പറഞ്ഞിരിക്കുന്നു. പക്ഷെ അത് തുറന്നെല്ലാം എടുത്തപ്പോൾ അത് അതിനകത്ത് സെറ്റായിട്ടുണ്ട് കേട്ടോ. അത് ഫോൾഡ് ചെയ്ത് വെച്ചല്ലോ ഒന്ന് മിസ്റ്റേക്കാണ്. അങ്ങനെ ബലൂണും പിന്നെ അവൾക്കുള്ള മേക്കപ്പ് ഐറ്റംസും അത് ഇതെല്ലാം വാങ്ങിക്കണമായിരുന്നു. എല്ലാം വാങ്ങിച്ചിട്ട് വന്ന് പുള്ളിക്കാരുടെ ഡാൻസ് ശനിയാഴ്ച ഉണ്ടായിരുന്നു, അത് ഇത് ചേർത്തിട്ടില്ല. പിന്നെ ഓണം കഴിഞ്ഞ് തിരുവോണത്തിനെടുത്ത വീഡിയോ 28 ഓണത്തിന് ഇടുമെന്നുള്ളൊരു ഇതുണ്ടല്ലോ, അത് മാതിരിയായിപ്പോയി നമ്മുടെ കാര്യങ്ങൾ. എന്നാലും നിങ്ങളെല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഉറപ്പായെന്ന് തോന്നുന്നു. ശരി, നമ്മുടെ ഓണമൊക്കെ കഴിഞ്ഞ് ഓക്കെ തട്ടിയും മുട്ടിയും അതിലേക്കൂടെ ഒരു ഓണസദ്യ ഇല്ലാത്ത ഓണം ഒക്കെ കഴിഞ്ഞ്, എന്നാലും ഉച്ചയ്ക്ക് നല്ല ബിരിയാണി എല്ലാം അടിച്ച് ഇപ്പം വൈകുന്നേരം ഒരു ഷോപ്പിങ് പർച്ചേസ് എല്ലാം കഴിഞ്ഞ് വന്ന് ആഹാരമൊക്കെ കഴിച്ചിട്ട് പാപ്പ അത് തുറക്കാതെ അതിനകത്ത് ദൂസിയുണ്ട്, അത് കീഴെ വിളുന്നിടും, അത് നമ്മൾ തട്ടി വിടും. ചൂല് മേടിച്ചുകൊണ്ട് വന്നത് ഓപ്പൺ ചെയ്യുക പുള്ളിക്കാരി. ഉറങ്ങാനുള്ളത് മണി 11:10, അത് ഓപ്പൺ പണിയിടാതെ. അപ്പോൾ എല്ലാവരും ഉറങ്ങി, നമ്മുടെ ഓണം എല്ലാവരും സന്തോഷമായിട്ട് ആഘോഷിച്ച് സൂപ്പർ. വേറെ എന്നാ, എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റൂടെ പറഞ്ഞ് ഈ വീഡിയോ ഇന്നത്തെ തിരുവോണം വീഡിയോ നിർത്താമെന്ന് വിചാരിച്ചു. ഗുഡ് നൈറ്റ് സൊല്ല്. ഗുഡ് നൈറ്റ് അവിടെ നിന്നും വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ വാ, ശരി, എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ടാറ്റാ, ബൈ ബൈ, സീ യു. ഓക്കെ, അപ്പം നമ്മുടെ തിരുവോണ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. തിരുവോണം ഉത്രാടമൊക്കെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ, സീ യു.